ഭൂസമരക്കാരുടെ ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതോടെ അരിപ്പയിൽ സമരക്കാർ ആഹ്ലാദ പ്രകടനം നടത്തി. സമരസമിതി നേതാക്കളുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിലാണ് 16 നാൾ നീണ്ട സമരം ഒത്തുതീർപ്പായത്. ഭൂരഹിതർക്ക് ഭൂമി നൽകുക, ഭൂവിതരണത്തിൽ പട്ടികജാതി വിഭാഗക്കാർക്ക് മുൻഗണന നൽകുക, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിന് 1 ഏക്കർ വീതം നൽകുക എന്നീ ആവശ്യങ്ങളാണ് സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചത്. ധാരണയുണ്ടായതിനെ തുടർന്ന് ജില്ലാ സമരകേന്ദ്രമായ അരിപ്പയിൽ സമരം നടത്തിവന്നിരുന്ന 1000-ലധികം സമരക്കാർ ചൂഴിയക്കോട്ടേക്കും അവിടെ നിന്ന് സമരഭൂമിയിലേക്കും പ്രകടനം നടത്തി. തുടർന്ന് CPIM കുളത്തൂപ്പുഴ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി S. ഗോപകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന സമ്മേളനം CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ കയ്യിൽ കുറെ മിച്ചഭൂമിയുണ്ട്. അവശേഷിക്കുന്ന ഈ കേരളത്തിലെ തോട്ടം മേഖലയിൽ പ്രത്യേകിച്ച് ഭൂസ്വാമിമാരുടെ കൈവശമിരിക്കുന്ന 1000-കണക്കിന് ഏക്കർ ഭൂമി പിടിച്ചെടുക്കുന്ന ഒരു പ്രശ്നമാണ്. BSN ഗവൺമെന്റ് അധികാരം വിട്ടൊഴിക്കുന്നതിന് 1 വർഷക്കാലം മുമ്പ് EMS ഭവന നിർമ്മാണ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ആ പദ്ധതിയിൽ ഗുണഭോക്താക്കളായിരുന്ന പാവപ്പെട്ട ആളുകൾക്ക് വീട് വെക്കാൻ ഇടം കണ്ടെത്താൻ ഇടതുപക്ഷ ഗവൺമെന്റാണ് 10-21 പട്ടികവർഗക്കാരെ ഇവിടെ പ്രദർശിപ്പിക്കാൻ തീരുമാനമെടുത്ത് കഴിഞ്ഞ കാലത്ത് ഇവിടെ വീട് വെച്ച് അവർക്ക് വെക്കാൻ കഴിയുന്ന ഭൂമി കൊടുത്തത്. അവശേഷിക്കുന്ന വിതരണയോഗ്യമായ ഭൂമി വിതരണം ചെയ്യാതെ സർക്കാർ ഇവിടെ അനാഥമായി സൂക്ഷിക്കുകയാണ്. അറസ്റ്റ് വരിച്ച് വീട്ടിൽ പോകാനല്ല. അറസ്റ്റ് ചെയ്താൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റും പോലീസും അറസ്റ്റ് ചെയ്താൽ അറസ്റ്റിന് വഴങ്ങി കോടതിയിൽ കുറ്റം സംബന്ധിച്ച് ജയിലിൽ പോകാൻ സജ്ജമായി കേരളത്തിൽ 1 ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന സമരമാണ് കേരളത്തിൽ പ്രഖ്യാപിച്ചത്. ഉമ്മൻചാണ്ടിയുടെ പോലീസും കേരളത്തിലെ CPM-ന്റെയും സമരസമിതികളുടെയും മുന്നിൽ മുട്ടുമടക്കുന്ന ചിത്രം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്റെ ഉമ്മൻചാണ്ടി, നിങ്ങൾ സർക്കാർ ജീവനക്കാരെ അറസ്റ്റ് ചെയ്തല്ലോ, നിങ്ങൾ സർക്കാർ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തല്ലോ, സർക്കാർ ജീവനക്കാരുമായി ചർച്ച ചെയ്യുന്നത് പ്രഖ്യാപിച്ചല്ലോ. ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഭൂഷണമല്ലാത്ത നിലപാട് ജനകീയ സമരങ്ങളോട് സ്വീകരിക്കുന്ന ഗവൺമെന്റ് തെളിയിച്ചു. എന്നാൽ എല്ലാ സമരങ്ങളെയും പോലീസിനെ ഉപയോഗിച്ച് തകർക്കാൻ കഴിയില്ല എന്ന് കേരളത്തിലെ പാവപ്പെട്ടവർ നടത്തിയ ഈ ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഈ കേരളത്തിൽ തെളിയിച്ചിരിക്കുകയാണ്. അതാണ് ജനകീയ സമരങ്ങൾക്ക് നേരെ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് തകർക്കാൻ കഴിയില്ല എന്ന് ഒരു പാഠം ഈ സമരത്തിലൂടെ ഉമ്മൻചാണ്ടിയെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയും. തിങ്കൾക്കരിക്കം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി B. രാജീവ് സ്വാഗതം പറഞ്ഞു. സമരം ഒത്തുതീർപ്പായതിനെ തുടർന്ന് കുടിൽ കെട്ടി സമരം നടത്തിവന്നവർ കുടിലുകൾ പൊളിച്ചു നീക്കാൻ ശ്രമം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.